ഞങ്ങള് എന്താണ് അനിയനെയും ഇളയച്ചനെയും വലിയ ഇളയച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ തേക്കാനേ. കുട്ടികളെല്ലാരും വന്നിട്ടുണ്ട്. ഞങ്ങള് ഭക്ഷണം പാകം ചെയ്യാണ്. അപ്പൊ എന്തോ ആവശ്യത്തിന് പുറത്തു പോയി കേട്ടോ. ഈ പണികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചോറ് അടുപ്പത്തിട്ടുണ്ട് കേട്ടോ അമ്മ. ചിക്കൻ മേടിച്ചിക്കണു. ചിക്കനൊക്കെ ഒന്ന് പാക്കാം. കുട്ടികൾ വന്നിട്ട് ചായയൊക്കെ കുടി കഴിഞ്ഞു. അവര് ഇപ്പതാ ഒരാളവിടെ കളിക്കണു. ഒരാൾ ഇന്ന് വന്നിട്ടില്ല. സ്വത്തിട്ടും വന്നില്ല അല്ലേ ഇന്ന്. ഓ ചേച്ചിയോ? ചേച്ചി ഇതാ സ്വത്തിട്ടും വന്നില്ല പൊന്ന. തുത്തുന്നിയോ? തുത്തുന്നി ഇതാ അവിടെ ഉണ്ടാവും. പഠിക്കുമ്പോ പഠിക്കട്ടെ. അങ്ങനെ ഇവിടെ വെച്ചുട്ടാ ഞാന് ചിക്കൻ പൊടിച്ചിട്ടേ. ഇത് കാണിച്ചു കൊടുക്ക്. കഴുകി അങ്ങനെ വെച്ചിക്കാണ് പറയാ. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ ചോറ് വേകുമ്പോഴത്തേന് പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാണ്. ചായ കുടിച്ചതൊക്കെ ഇനി അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടേ ഓരോ പണി ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വേഗം പണി ഒരുങ്ങും. ഇന്നിപ്പോ നമ്മുടെ മണ്ണാർക്കാട് പൂരാണ് കേട്ടോ. പോണെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ 18 തന്നെ വെച്ചളമ്മ. 18 വെക്കാല്ലേ. തിളക്കല്ലേ, വെള്ളം തിളച്ചതല്ലേ. കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചിട്ടാണ് അമ്മ അതാ ഇനി കുടിവെള്ളം കുറച്ച് വെക്കണു. കുട്ടികൾ താഴെയൊക്കെ പോയിട്ട് കളിച്ചിട്ടൊക്കെ അതാ വന്നിരിക്കണു കേട്ടോ. വലിയോളും ഉണ്ട്. മാങ്ങ കൊണ്ട് വന്നിരിക്കണു കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ ചെത്തി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കള്. അങ്ങനെ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവാളയൊക്കെ വഴറ്റിയെടുത്തു. ഇനി ചിക്കൻ എന്തായാലും ഇതൊക്കെ വഴഞ്ഞു വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടണം. എന്നാൽ പിന്നെ വേഗം കറിയൊക്കെ ആയിട്ടോ. ഒന്ന് പ്രത്യേകിച്ച് കൂടുതൽ സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവുമില്ല. ഒന്നാമത് നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തേനും ഒരുങ്ങും എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ചിക്കൻ കറി വെക്കണം. പിന്നെ പപ്പടം കാച്ചണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതാ പണി എളുപ്പമായല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അതാ അവർക്ക് മട്ടിയൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പം അമ്മ വന്നിട്ട് കുടിവെള്ളത്തിനൊക്കെ കുറച്ച് വെള്ളം വെച്ചത് കേട്ടോ. എൻ്റെ കൈയൊഴുകും വേണ്ട. പിന്നെ കുഞ്ഞാറ്റേനെ ഒന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് ആക്കി അങ്ങനെ സമയം പോവും കേട്ടോ. അവൾക്ക് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഇത് അവരൊക്കെ അനിയത്തിയുടെ മക്കളും ഇളയച്ചനൊക്കെ പോയിട്ട് അവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പോയിച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർ. അപ്പം അങ്ങനെ ഞങ്ങളിതാ കൂളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ട് ഞങ്ങളൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മണ്ണാർക്കാട് പൂരത്തിന് പോവാട്ടോ. പോണ വഴിക്ക് ചരക്കപ്പടി വെച്ചിട്ട് ഞങ്ങൾക്ക് ബ്ലോക്കായിട്ടോ. എന്നിട്ട് ഞങ്ങൾ വേറെ ഏതൊക്കെയോ ഒരു വഴി കൂടെയൊക്കെ പോയി. അങ്ങനെ ഞങ്ങളിതാ പൂരാഘോഷം നടക്കണ ടൗണിൽ എത്തിയിട്ട് നമ്മുടെ മണ്ണാർക്കാട് അങ്ങാടിയിൽ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ കുറേ വേഷങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ഓരോ ഫിലിം സ്റ്റാറുകളുടെ ഓരോ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും വില കുറവാണ്. എന്നാലും കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം വേഷങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ടോയ്കളുടെ അതായത് അനിമൽസിൻ്റെയൊക്കെ ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉള്ള ആളുകളുടെ പിന്നെ ഡിവോഷണൽ ആയിട്ടുള്ള ഓരോ ആളുകളുടെയൊക്കെ നമ്മുടെ അങ്ങനെ ദേവിയുടെ അങ്ങനെ ഓരോരുത്തരുടെ കേട്ടോ. അങ്ങനെ കുറേ നമുക്ക് വേഷങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ മണ്ണാർക്കാട് ഉത്സവം കാണാൻ പോകുന്നത് കേട്ടോ. കുഞ്ഞാറ്റയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. വലിയ അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡും അവരുടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വേലയുടെ കൂടെ അങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല തിരക്ക് കാരണം. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.